വെൽക്കം ടു ബസ് ഡയറീസ് ഓഫ് ഏരീസ് കൊല്ലം സെയിലേഴ്സ്. അപ്പോൾ നമുക്ക് നമ്മുടെ ടീമിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു പ്ലെയറിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. അരുൺ പൗലോസ്. അരുൺ ചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ പുള്ളി 7 കൊല്ലം മുന്നേ കേരളത്തിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ക്ലാസ് കളിച്ചിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ്. T20 വൺഡേയ്സ്. പക്ഷേ ചില സാഹചര്യം മൂലം പുള്ളിക്ക് ഒമാനിൽ പോകേണ്ടി വന്നു. എങ്ങനെയുണ്ടായിരുന്നു ഒമാനിലെ എക്സ്പീരിയൻസ്? ഒമാനിലെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അതൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആണ്. ഏകദേശം നമ്മുടെ ഒരു ജനറേഷൻ മുന്നത്തെ പ്ലേയേഴ്സുമായിട്ടാണ് അരുൺ ചേട്ടൻ കളിച്ചിട്ടുള്ളത് അല്ലേ? അതെ, ഒന്നല്ല, എനിക്ക് തോന്നുന്നു 2 ജനറേഷൻ ആയിട്ടുള്ള അവരൊക്കെ മോസ്റ്റ് സൂപ്പർ സീനിയേഴ്സ് ആണ്. നമ്മൾ അവരെയൊക്കെ കണ്ടിട്ടാണ് മെയിൻലി കളി ഫോളോ ചെയ്തിരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്രിക്കറ്റ് ഒരിക്കലും തന്നെ ചതിച്ചിട്ടില്ല എന്നർത്ഥം. ഏത് സ്റ്റേജിലും ക്രിക്കറ്റിനെ അത്രമാത്രം സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രമാണെന്ന് തോന്നുന്നു ചേട്ടന് ഏതൊരു സ്റ്റേജിൽ പോകുമ്പോഴും ചേട്ടന് ഒരു ഓപ്പർച്യൂണിറ്റി എപ്പോഴും തുറന്നു വരുന്നതായിട്ട് തോന്നുന്നല്ലേ? ക്രിക്കറ്റിലാണ് എൻ്റെ ലൈഫെല്ലാം സെറ്റിൽ ആയിരിക്കുന്നത്. ക്രിക്കറ്റ് ഒരിക്കലും ചതിക്കില്ല, ക്രിക്കറ്റിനെ ഞാനും ചതിക്കില്ല. ഒമാനിലൊക്കെ പോയിട്ട് 3 കൊല്ലം അവിടെ പോയി പെർഫോം ചെയ്ത് വീണ്ടും നാഷണൽ ടീമിൽ പോയി തിരിച്ച് കേരളത്തിലേക്ക് വന്ന് KCL ടൂർണമെൻറ്റ് കളിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കാര്യം തന്നെ അല്ല. കാരണം ഇത് കാണിക്കുന്നത് ആ ഒരു പെർസിവിയറൻസ് ആണ്. നമുക്ക് എന്താ പറയുക, ഒരു കാലത്തും ഈ ഒരു പ്രായത്തിലും പുള്ളി ഇടുന്ന എഫേർട്ട്, ഫീൽഡിലിടുന്ന എഫേർട്ട്, എന്താ പറയുക, ആ കമ്മിറ്റ്മെൻറ്റ്, അത് നമുക്ക് എല്ലാ യങ്സ്റ്റേഴ്സിനും ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ്. അരുൺ ചേട്ടാ, താങ്ക് യു ഫോർ ദ ഇന്റർവ്യൂ. യു ആർ എ ഗ്രേറ്റ് ഇൻസ്പിറേഷൻ ചേട്ടാ. താങ്ക് യു.